അഴീക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആണ്ടിയാർ പൂജയും മീനൂട്ടിലേക്കും ഏവർക്കും സ്വാഗതം. ഉത്സവം ആദ്യമായിട്ടാണ്, കാരണം ഒരുപാട് ഉത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ മീനൂട്ട് മഹോത്സവം എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു അനുഷ്ഠാനം ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനുള്ള ഭാഗ്യമുണ്ടായി. ഇവിടെ വന്ന് തൊഴാനും എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ വളരെ സന്തോഷം. ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്നാണ് മത്സ്യം. കൂർമ്മം, വരാഹം, നരസിംഹം. അപ്പോൾ മത്സ്യങ്ങൾക്ക് ആഹാരം കൊടുത്താൽ നമ്മുടെ നാടിന് ധാന്യവും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉണ്ടാകുമെന്നാണ് ഒരു ഐതിഹ്യം. പിന്നെ നമുക്ക് രോഗശമനം ഉണ്ടാകത്തില്ല, നമ്മുടെ നാടിന് നല്ലതാണെന്നാണ് ഐതിഹ്യം. ഓം ശ്രീ സുബ്രഹ്മണ്യ നമഃ. നമ്മുടെ അഴീക്കൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ 9ാം ഉത്സവ ദിവസമാണ് ഈ മീനൂട്ട് എന്ന പരിപാടി. അതായത് കടൽ മത്സ്യങ്ങൾക്ക് നമ്മൾ ആഹാരം കൊടുക്കുക എന്നുള്ള ചടങ്ങ്. ഇപ്പോൾ 9ാം ഉത്സവം രാവിലെ 12 മണിക്ക് തുടങ്ങിയാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങിയാൽ ഒരു മണി 1:30 ആകുമ്പോൾ ഇത് പര്യവസാനിക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അഭിവൃദ്ധിക്കും മത്സ്യങ്ങൾ ധാരാളം ലഭിക്കുവാനും നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടത്തി വരുന്നൊരു പൂജയാണ് ഈ മീനൂട്ടെന്ന് പറയുന്നത്. നമ്മളെ കഷ്ടതകളില്ലാതെ മുന്നോട്ട് ഭഗവാൻ കൊണ്ടുപോകാൻ വേണ്ടി നടത്തുന്ന ഒരു ആചാര രീതി കൂടിയാണിത്. കുംഭഷഷ്ടി മഹോത്സവം 2026 ആണ്ടിയാർ പൂജയ്ക്കുള്ള ഭദ്രദീപം ഏറ്റുവാങ്ങുന്ന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്കടുത്തുള്ള അഴീക്കൽ തീരദേശ ഗ്രാമത്തിലാണ് പ്രസിദ്ധമായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മീനൂട്ടിനുള്ള ഭദ്രദീപം വെള്ളിയഴിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഏറ്റുവാങ്ങി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കരുനാഗപ്പള്ളി MLA CR മഹേഷ് സാറും ഇന്ത്യൻ ടെലിവിഷൻ നാടക ചലച്ചിത്ര നടനായ മുളകും സീരിയലിൽ നമ്മളെ എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോപാനം കൂടിയാണ് ഭദ്രദീപം. ഇവിടുത്തെ ജനങ്ങളുടെ ഒരു വിശ്വാസമാണ് ഈ മീനൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആണ്ടവനെ മനസ്സിൽ ധാരിച്ച് തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതായി കടലിലെ മീനുകൾക്ക് ഭക്ഷണം നൽകുന്ന ആചാരമാണ് ഈ മീനൂട്ട്. ഭദ്രദീപം കൊളുത്തി ഇവിടുന്ന് നിവേദിച്ച ചോറ് കടലിൽ പോയി മീനുകൾക്ക് കൊടുക്കുന്ന ചടങ്ങ്. ബോട്ടുകളെല്ലാം കടലിലോട്ട് ഇറങ്ങുകയാണ്. എല്ലാ ബോട്ടുകളിലും അടിപൊളിയായിട്ട് എല്ലാം അലങ്കരിച്ച് പഴക്കൊലയൊക്കെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു കാഴ്ച നിങ്ങളൊന്ന് കാണേണ്ടതാണ്. വർഷത്തിൽ ഒരു തവണ എല്ലാ ഫാമിലിക്കും കിട്ടുന്ന ഒരു ചാൻസ് കടലിൽ പോയി അവിടെ മീനൂട്ട് നടത്തുന്നത്. അഴീക്കൽ തുറമുഖത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്ര എന്ത് രസമറിയാം. കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് കടലിലൊക്കെ പോയെന്ന് അടിച്ചു പൊളിക്കണം. എന്തായാലും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തിലെല്ലാം സാധിച്ചു.
ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കാൻ എന്ത് രസമാണെന്നറിയാം. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മീനൂട്ടാണ്. പ്രാക്തവാസം വള്ളത്തിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സുബ്രഹ്മണ്യേശ്വര നമുക്കൊരു വിശ്വാസമാണ്. നമ്മുടെ ഈ പ്രസ്ഥാനങ്ങൾ പോകുമ്പോൾ നമുക്ക് മത്സ്യം കിട്ടും. നമ്മുടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി നമ്മൾ അനുഗ്രഹിക്കും. അതിന് നമ്മൾ ഈ മീനുട്ടിൻ്റെ പ്രസാദം നമ്മൾ കടലമ്മയ്ക്ക് നിക്ഷേപിക്കുക. നമുക്ക് നാളെ പോയാൽ നമുക്ക് അരിമടിക്കാനുള്ള ഭാഗം കിട്ടുമെന്നാണ് നമ്മുടെ പൂർവ്വം വിശ്വാസം. നമുക്കിപ്പോൾ ഇവിടെ ഒരു 3 ക്ഷേത്രത്തിൽ നമ്മളിവിടെ കറങ്ങും. 3 ക്ഷേത്രത്തിലൂടെ കറങ്ങും. ആദ്യമായിട്ട് പോകണം. പേരെന്താ? മീനൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മത്തിയിടം ചാടുന്ന കണ്ടില്ലേ? ആകെ കൊത്തിയിട്ട് കൊണ്ടുപോകാൻ. അപൂർവമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ഇനി ജമ്പ് ചെയ്ത ഉടനെ കാക്കോ എടുത്തു. കടലിൽ നിന്ന് തിരിച്ച് കരയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏകദേശം 2-2.5 മണിക്കൂറോളം കടലിൽ ചുറ്റിക്കറങ്ങിയിട്ടാണ് വയ്ക്കുന്നത്.
കാണുന്ന പുതിയ ബോട്ടുകളൊക്കെ പണിത യാർഡ് കണ്ടില്ലേ, ബോട്ടുകളുടെയൊക്കെ പണികളൊക്കെ നടക്കുന്ന കണ്ടില്ലേ. ഈ ഒരു യാത്ര ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കടലിലെ ഒരു മീനൂട്ട്. ഇവിടെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും മീനൂട്ടിന് വരാൻ നമ്മൾ ആഗ്രഹിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. നന്ദി, നമസ്കാരം.